ഹായ്, നമ്മൾ ഇന്ന് ഈ ഒരു ഓണത്തിന് നമ്മളൊരു അടിപൊളി സ്പെഷ്യൽ മോരുകറി തയ്യാറാക്കാൻ പോവാ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഒരു അടിപൊളി ഐറ്റമാണ് ഇത്. ഈ ഒരു റെസിപ്പി തന്നെ ഉണ്ടാക്കി നോക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ ഈ ഒരു ബൗളിന് ഒരു ബൗള് കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ തൈരിന്റെ പകുതി മാത്രം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പകുതി തൈര് അവിടെ ഇരിക്കട്ടെ, പകുതി ഇങ്ങോട്ട് എടുക്കുക, മിക്സിയുടെ ജാറിലോട്ട് ഇടുക. എന്നിട്ട് ഒരു 1.5 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒന്നും ചേർക്കല്ലേ, വെള്ളം ഒന്നും ചേർക്കാതെ അടച്ചങ്ങോട്ട് വെച്ചിട്ട് മിക്സിയിലോട്ട് ഇട്ട് നല്ലതായിട്ട് അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കുക. ഈ നമ്മുടെ ജീരകം നല്ലതായിട്ട് അരഞ്ഞങ്ങോട്ട് കിട്ടണം. എന്നിട്ട് ബാക്കിയുള്ള ആ തൈരും കൂടെ അതിലേക്ക് ഇടുക. നമ്മൾ ആദ്യം അങ്ങനെ ചെയ്തത് നമ്മുടെ ജീരകം നല്ലതായിട്ട് അരഞ്ഞ് കുഴഞ്ഞ് അതിനകത്ത് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു സംഭവം ചെയ്തത് കേട്ടോ. ഇനി ബാക്കിയുള്ള തൈരൂടെ അങ്ങോട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു അരക്കപ്പ് വെള്ളം, ഈ ഒരു കപ്പിന് അരക്കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഒത്തിരി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കല്ലേ, നമുക്കിത് പച്ചവെള്ളം പോലെ കൂട്ടുകയും ചെയ്യല്ലേ. അരക്കപ്പ് വെള്ളം ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഒരു ബൗൾ കട്ടത്തൈര് ഉള്ളായിരുന്നു, അതിനുള്ള വെള്ളവും കൂടാണ് ചേർത്തേക്കുന്നത്. വേണ്ട, അടിപൊളിയായിട്ട് ഇത്രയും ഒരു കട്ടയ്ക്ക് തന്നെ കൊഴുപ്പായിട്ട് തന്നെയാണ് കണ്ടോ, ഒത്തിരി വെള്ളം ചേർത്തിട്ടില്ല. ഈ ഒരു ലെവലിൽ നമുക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. സവോള ഒന്നും എടുക്കരുത്, ചെറിയുള്ളി തന്നെ എടുക്കണം. എന്നിട്ട് ഇതെല്ലാം അങ്ങോട്ട് കുരുകുരാന്ന് അരിഞ്ഞെടുത്തു. ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. വലിയ കഷ്ണമായിട്ടൊന്നുമില്ല. ഈ നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം ഇതുപോലെ തന്നെ കുഞ്ഞുമായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് മൺചട്ടി അങ്ങോട്ട് വെക്കുക. മൺചട്ടിക്ക് അത് വെക്കുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈലും കാണുന്നതിന് ഭംഗിയാണ്. ഇപ്പൊ നമുക്കൊരു 3 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ ഒരു 3/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 വറ്റൽമുളക് അതങ്ങോട്ട് മൂത്ത് കിട്ടട്ടെ. എന്നിട്ട് ഇച്ചിരി കറിവേപ്പില എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി, പിന്നെ നമ്മുടെ പച്ചമുളക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. വലിയ പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ഇട്ടത് കേട്ടോ. ചെറിയ 2 ഇടാം, കുഴപ്പമില്ല. അപ്പം നല്ല ഇടം എടുക്കുക. എന്നിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. സബോള ഇടല്ലേ, ചെറിയ ഉള്ളി തന്നെ ഇട്ട് കൊടുക്കുക. കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞോണം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനാണെങ്കിൽ ഇച്ചിരി വേണേ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1 ടേബിൾ സ്പൂണിലൂടെ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് അറിയാമല്ലോ. ഇപ്പൊ ഞാൻ തൽക്കാലം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഉപ്പ് നമുക്ക് ലാസ്റ്റ് പിന്നെ കുറച്ച് ചേർക്കാം. ഇപ്പൊ നിന്ന് ഇതെല്ലാം വഴന്ന് കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം മിക്സ് ആക്കി ഇട്ടിട്ട് എന്നിട്ട് സൈഡിലോട്ട് മാറ്റി വെക്കും. ഞാൻ മഞ്ഞപ്പൊടി ചേർക്കാൻ പോവാ. അതൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി സൈഡിലോട്ട് നീക്കി വെച്ച്. അപ്പൊ ഞാനൊരു 3/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും പിന്നെ ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒരു നുള്ള് 1/4 ടീസ്പൂൺ അടുത്ത് വരും കേട്ടോ, അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ആ ഒരു ഈ ഉള്ളി വഴറ്റിയതിനകത്തോട്ട് എല്ലാം കൂടെ അങ്ങ് മിക്സ് ആക്കി അങ്ങോട്ട് എടുക്കുക. ഇനി ഇത് നല്ലതായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഈ ഗ്യാസ് അങ്ങ് നിർത്തിയതിന് ശേഷമാണ് ഇനിയുള്ള നമ്മൾ മിക്സിക്കകത്ത് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ ഗ്യാസ് നിർത്തിയേക്കുവാണ്. ഈ തൈര് പിരിഞ്ഞു പോകല്ലേ, അതിനാണ് ഞാൻ ഗ്യാസ് അങ്ങ് നിർത്തിയത്. ഇതിനെ നമുക്ക് കൂട്ടി യോജിപ്പിച്ചെടുക്കുക. നല്ലതായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. നല്ല കുറുകി കിട്ടേക്കുന്നുണ്ടോ. ഇവിടെ പച്ചവെള്ളം ഒത്തിരി കൂട്ടി ഒഴിക്കല്ലേ. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മോരുകറി വെക്കാൻ വേണ്ടി. ഇനി നമുക്ക് അതിന്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് അങ്ങോട്ട് നോക്കുക. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പിന് കുറവുണ്ടായിരുന്നു. ആ ഉപ്പ് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നല്ലതായിട്ട് അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക. പ്രത്യേകം ശ്രദ്ധിച്ചോണ്ട് തൈര് വെക്കാൻ ഗ്യാസ് അങ്ങ് നിർത്തിയേക്കണേ. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ അടുത്ത് നമ്മുടെ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവാപ്പൊടി ഒത്തിരി ചേർത്ത് കൊടുക്കല്ലേ, ചുവക്കത്തൊക്കെ ഒന്നും ചേർത്ത് കൊടുക്കല്ലേ. ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയുടെ അനുസരിച്ചുള്ള ഉലുവാപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി എല്ലാം കൂടെ അങ്ങോട്ട് നല്ലതായിട്ട് മിക്സ് ആക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പം ഗ്യാസ് ഞാൻ നിർത്തിയിട്ടതിന് ശേഷമാണ് പിന്നെയും പറയുന്നുണ്ട്, ഇത് മോര് പിരിഞ്ഞു പോകല്ലേ, അതിനാണ് ഞാൻ പ്രത്യേകം പിന്നെയും പറയുന്നത്. അപ്പം വീണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത അടിപൊളി നല്ല രുചിയോട് തന്നെയുള്ള ഒരു ഐറ്റമാണ്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ഒരു ഓണത്തിന് നിങ്ങൾ ഉറപ്പായിട്ടും കുക്ക് ചെയ്ത് നോക്കുക. എല്ലാവരും നല്ല അഭിപ്രായം പറയും. കാരണം അടിപൊളി ടേസ്റ്റ് ആണ്. ആ ജീരകമൊക്കെ അരച്ച് ചേർത്തതിന്റെ രുചി ഒന്ന് വേറെ ലെവൽ തന്നെയാണ്. ഉറപ്പായിട്ടും ഈ ലെവലൊന്ന് മോരുകറി ഒന്ന് കാച്ചു നോക്കി. അപ്പം
പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.